ആ, സെനിയുടെ ഹൂസ്റ്റൺ വോയിസ് ഉള്ള പ്രേക്ഷകരെന്താണ് ആവശ്യപ്പെടുന്നത് എനിക്കറിയില്ല. എങ്കിലും ഞാനൊരു ചെറിയൊരു പാട്ടിൽ തുടങ്ങാം. മായയാണീ ഉലകം മനുജ, മറന്നിടും നിന്നെ മനുകുലമഖിലം. മായയാണീ ഉലകം, ഉറ്റവർ മായും ഉള്ളതു പോകും, ഉന്മൂലനാശം വന്നു ഭവിക്കും. ഉറ്റവർ മായും ഉള്ളതു പോകും, ഉന്മൂലനാശം വന്നു ഭവിക്കും. ഉലകിതിലെല്ലാം മായയാണെന്ന്, ഉലകിതിലെല്ലാം മായയാണെന്ന് ഉര ചെയ്ത രജനും ഉലകം വെടിഞ്ഞു. ഉലകിതിലെല്ലാം മായയാണെന്ന് ഉര ചെയ്ത രജനും ഉലകം വെടിഞ്ഞു. മായയാണീ ഉലകം മനുജ, മറന്നിടും നിന്നെ മനുകുലമഖിലം. മായയാണീ ഉലകം. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് TN സാമുവൽ. ആക്ച്വലി തങ്കച്ചൻ N സാമുവൽ എന്നാണ്. അത് ചുരുക്കത്തിൽ നീണ്ടുപോയത് കൊണ്ട് ഞാനത് ചെറുതാക്കി എന്നുള്ളതേ ഉള്ളൂ. TN സാമുവൽ. എൻ്റെ നാട് പുനലൂരാണ്. വിദ്യാഭ്യാസത്തിന് ശേഷം കോളേജിലൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ ബോംബെയിൽ എൻ്റെ മൂത്ത സഹോദരി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു ഹെൽപ്പും ആകട്ടെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ബോംബെയിലേക്ക് പോയി. എൻ്റെ അഞ്ചൽ കോളേജിലെ BSc ബിരുദത്തിന് ശേഷം അവിടെ നിന്ന് 5-8 വർഷം അവിടെയൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ബൈ ദ ടൈം എൻ്റെ തൊട്ട് മൂത്ത സിസ്റ്റർ അമേരിക്കയിൽ നേരത്തെ എത്തിയിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടി എൻ്റെയും എൻ്റെ ഇളയ സിസ്റ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഫയൽ ചെയ്ത് അങ്ങനെയാണ് ഞാൻ 84 അമേരിക്കയിൽ എത്തുന്നത്. ഹൂസ്റ്റണിലാണ് വന്നത്. ഹൂസ്റ്റണിൽ വന്ന സമയത്ത് ഞാനവിടെ ബോംബെയിൽ കേരളീയ സമാജവുമായിട്ടൊക്കെ ഒരു ചെറിയ സഹകരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹൂസ്റ്റണിലെത്തിയപ്പോൾ മലയാളികളുടേതായ ഒരു കൂട്ടായ്മ ഞാൻ അന്ന് കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ സമാന ചിന്താഗതിക്കാരായ കുറേ ആൾക്കാരൊക്കെ കൂടി 1986 അവസാനം ത്തോടുകൂടി ഒരു സംഘടന രൂപവൽക്കരിക്കാനുള്ള ആഗ്രഹം ഉണ്ടായി. അങ്ങനെ എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ 1987 മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ എന്ന സംഘടന, ഞങ്ങളൊരു 9 പേരുടെ ഒരു അഡ്വോക്ക് കമ്മിറ്റി രൂപീകരിച്ച് അത് പ്രവർത്തനം ആരംഭിക്കുകയാണ്. അത് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഫൊഗാന പ്രസിഡൻ്റായിരുന്ന ശ്രീ അനിരുദ്ധൻ സാറാണ്, M. അനിരുദ്ധൻ. അദ്ദേഹം എൻ്റെ കോളേജിലെ പ്രൊഫസറായിരുന്നു. അപ്പോൾ അങ്ങനെ പരിചയം ഞങ്ങളുണ്ടായിരുന്നു. ഏതായാലും അതിനുശേഷം ആ സംഘടന ഇന്നും ഹൂസ്റ്റണിൽ ഫലപ്രദമായ രീതിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇടപെട്ടുകൊണ്ട് ഇവിടെ നിൽക്കുന്നു എന്ന് കാണുമ്പോൾ വലിയ സന്തോഷമാണുള്ളത്. അതിൻ്റെ ആദ്യത്തെ പബ്ലിസിറ്റി കൺവീനറായും പിന്നെ പല പൊസിഷനിലും ഞാൻ മലയാളി അസോസിയേഷനിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സെക്രട്ടറി ആയിട്ടും വൈസ് പ്രസിഡൻ്റായിട്ടും പ്രസിഡൻ്റായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഇന്നും അപങ്കുരം തുടരുന്നു എന്ന് വളരെയധികം മെമ്പേഴ്സ് ഇപ്പോഴുണ്ട്. അതൊരു വലിയ എന്നെ സംബന്ധിച്ചിടത്തോളം സായുജ്യം അടയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ പിന്നെ ഞാൻ മനസ്സിലാക്കി, യഥാർത്ഥത്തിൽ മറ്റൊരു സംഘടന ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. 2-3 വർഷം
ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിന് മുമ്പ് ഹൂസ്റ്റണിൽ ഒരു സംഘടന ഉണ്ടായിരുന്നു, KCA എന്നായിരുന്നു അതിൻ്റെ പേര്. അത് പ്രവർത്തനരഹിതമായി 3 വർഷത്തിന് ശേഷമാണ് ഞാൻ ഹൂസ്റ്റണിൽ വരികയും ഞങ്ങളെല്ലാവരും കൂടെ ആലോചിച്ച് ഈ സംഘടന രൂപപ്പെടുത്തുന്നതും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരു സാഹിത്യപരമായ ഒരു പ്രവർത്തനങ്ങളിൽ മുഴുകാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. കൂടുതലും കവിത എഴുത്താണ് എൻ്റെ ഒരു മേഖലയെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താതെ ഈ പബ്ലിക് സാമൂഹ്യപരമായ കാര്യങ്ങളിലുള്ള ഒരു ആഗ്രഹം എന്നിലുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കവിതയിലേക്ക് തിരിഞ്ഞത്. കാരണം നമ്മുടെ മനസ്സിലിരിക്കുന്ന ചിന്തകൾ അത് മറ്റുള്ളവർക്കും കൂടെ ചിന്തോദ്ദീപകമാകുന്ന രീതിയിൽ വളരെ ചെറുതായിട്ട്, വലിയ ലേഖനങ്ങളൊക്കെ എഴുതി വരുമ്പോഴത്തേന് 8-10 പേജുകൾ ഉള്ള അത് വായിക്കാൻ വിരസതയുണ്ടാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് വളരെ കാച്ചിക്കുറുക്കിയെടുത്ത ചെറിയ ചെറിയ കവിതകൾ ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് പല പത്രമാധ്യമങ്ങളിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മലയാളം പത്രത്തിൽ ഹൂസ്റ്റണിൽ നിന്നിറങ്ങുന്ന പല വാരികകളിലും എൻ്റെ കവിതകൾ വന്നിട്ടുണ്ട്. ഒരു കാലത്ത് ഫൊക്കാനയുടെ ഒരു സാഹിത്യ അവാർഡ് പോലും കവിതയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. ഏതായാലും അത് ഇപ്പോഴും ഞാൻ തുടരുന്നു. അല്പം എഴുത്തും വായന ഇപ്പം വളരെ കുറവാണ്. കണ്ണിന് ഒരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് വായന വളരെ കുറച്ചിരിക്കുകയാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ കേൾക്കും, പിന്നെ എഴുതാറുമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമയത്താണ് നമ്മുടെ സെന്നി ഹ്യൂസ്റ്റൺ വോയിസുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടാകുന്നതും അത്തരത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയത്. ഇനിയും തുറന്നുള്ള ദിവസങ്ങളിൽ എനിക്ക് നിങ്ങളോട് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ടാകും. അത് പറയാം എന്ന് ഞാൻ കരുതുന്നു. ഹൂസ്റ്റണിലെ എൻ്റെ ജീവിതത്തിൽ ഈ പൊതുപ്രവർത്തനം തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ആൾക്കാരെ മനസ്സിലാക്കാൻ, നല്ല വ്യക്തിത്വങ്ങളുമായിട്ട് ഇടപെടാനുള്ള ഒരു അവസരം ഉണ്ടായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ഹൂസ്റ്റണിൽ അറിയപ്പെടുന്ന മിസ്സിസ് പൊന്നുപിള്ള, അതുപോലെ തന്നെ ജോർജ് മണ്ണിക്കരോട്ട്, ഇങ്ങനെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളുമായിട്ട് വളരെയധികം അടുത്ത് പെരുമാറാനും അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം നാം എന്താണ് യഥാർത്ഥത്തിൽ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് നാം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, വ്യക്തിപരമായ ജീവിതം മാത്രമല്ല, നമുക്കെന്തെങ്കിലും സംഭാവന ചെയ്യാൻ, സമൂഹത്തിന് സംഭാവന ചെയ്യാൻ സാധിക്കണമെന്ന് പൊതുപ്രവർത്തനം എന്നെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് കഴിവതും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും എന്നിൽ ഇങ്ങനെ അത് ഒരു ഉൾപ്രേരണ പോലെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് തന്നെ എല്ലാവരും ഒരുപക്ഷെ ചിന്തിക്കുന്ന രീതിയിൽ ആയിരിക്കണമെന്ന് പോലും നിർബന്ധമില്ല. എൻ്റെ ഒരു പുതിയ കാഴ്ചപ്പാട്, പുതിയ ചിന്താ രീതിയൊക്കെ കൊണ്ടുവരാനും അത് മറ്റുള്ളവരോട് പറയാനും ഒക്കെയുള്ള ഒരു സാഹചര്യം എനിക്ക് എൻ്റെ പൊതുപ്രവർത്തനത്തിൽ കൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. മലയാളി അസോസിയേഷൻ്റെ ഒരുപാട് കമ്മിറ്റികളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ചെയ്യാവുന്നതുപോലെ എൻ്റെ കഴിവിനനുസരിച്ചുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഇവിടെ സാഹിത്യ സംഘടനകളുണ്ട്. നമ്മുടെ ഹൂസ്റ്റണിൽ തന്നെ 2 സാഹിത്യ സംഘടനകളുണ്ട്. ഒരു കേരള റൈറ്റേഴ്സ് ഫോറം, അതുപോലെ തന്നെ മലയാളം സൊസൈറ്റി ഓഫ് അമേരിക്ക. ഞാൻ മിക്കവാറും എല്ലാ മീറ്റിങ്ങുകളിൽ പലപ്പോഴും മലയാളം സൊസൈറ്റിയിലാണ് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒക്കുന്ന സമയത്തെല്ലാം ഞാൻ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ മീറ്റിങ്ങിൽ പോകാറുണ്ട്. മലയാളം സൊസൈറ്റി ഓഫ് അമേരിക്ക എല്ലാ മാസത്തെയും മീറ്റിങ്ങിൽ കൂടുമ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷം മുമ്പ് അവരുടെ ഒരു 20
20ാമത്തെ വർഷം ആഘോഷിച്ചു. അതിന് വേണ്ടി ഒരു സാഹിത്യ സമാഹാരം അന്ന് പുറത്തിറക്കുകയുണ്ടായി. എൻ്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല, അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ പേര്. എനിവേ, ആ പുസ്തകം 10-16 പേരുടെ സാഹിത്യരചനകൾ കോർത്തിണക്കിയുള്ള ഒരു പുസ്തകമായിരുന്നു. അതിൻ്റെ എഡിറ്ററായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മലയാളി പത്രം ഉണ്ടായിരുന്നു, അതിൻ്റെ ന്യൂസ് എഡിറ്ററായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒക്കുന്നിടത്തോളം പൊതു പരിപാടികളിൽ ഇടപെടാനും പ്രവർത്തിക്കാനും എനിക്ക് സാധിച്ചു. ഇപ്പോൾ മലയാളം സൊസൈറ്റി ഓഫ് അമേരിക്കയുടെ സെക്രട്ടറി ജോർജ് പുത്തൻകുരിശ്, അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ജെയിംസ് ചെറുതടത്തിൽ മുതലായ ആൾക്കാരുമായിട്ടൊക്കെ ഞാൻ നിരന്തരമായ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ട് പോകുന്നു. നല്ല രീതിയിലുള്ള ചർച്ചകൾക്ക് ശേഷമുള്ള ചർച്ചകളും ഒക്കെ നടത്തി ഞങ്ങളിങ്ങനെ പോകുന്നു. തീർച്ചയായിട്ടും ഒരുപാട് കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ എൻ്റെ കവിതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ കവിതകൾ പോലെ ആയിരിക്കണമെന്നില്ല. മനുഷ്യരെ ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു കനൽ, ഒരു ചെറിയ തീനാളം ഇട്ട് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ എഴുതുന്നത് തന്നെ. ഉദാഹരണത്തിന്, പറയാതെ വയ്യനിക്കൊരു വട്ടം ഈ ലോക പരമാർത്ഥ കാര്യങ്ങൾ അല്പമായി, പരമാണു പൊരുളിനെ അറിയാതെ മർത്യരിന്ന് അധമലോകത്തിൻ്റെ സാക്ഷികളായി. ഇങ്ങനെ ഉള്ള കാര്യം, അറിവ് എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് ഭയങ്കര താല്പര്യമുള്ളതാണ്. പുതിയ പുതിയ അറിവുകൾ നാം നേടുന്നതനുസരിച്ച് നമ്മുടെ ജീവിത ശൈലി മാറുകയും നമ്മുടെ ചിന്താരീതി മെച്ചപ്പെടുത്തുകയും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. അതാണ് ഞാൻ സാധാരണ കവിതകൾ കൂടെ ഞാൻ ചെയ്യാറുള്ളത്. ഇനിയും തുറന്നുള്ള പല കൊച്ചു കവിതകളിൽ കൂടെ ഞാൻ നിങ്ങളോട് സംവദിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി. എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ ഭാര്യയുടെ പേര് റോസക്കുട്ടി, തൊടുപുഴയിൽ നിന്നാണ്. എനിക്ക് 2 മക്കളാണുള്ളത്, ഒരു മകനും മകളും. മൂത്തത് മകനാണ്, ജസ്റ്റിൻ സാമുവൽ. അദ്ദേഹം UT ഓസ്റ്റിനിൽ ജോലി ചെയ്യുന്നു. അവിടെ ഒരു അസിസ്റ്റൻറ്റ് ഡീനായിട്ട് ജോലി ചെയ്യുന്നു. മകള് സ്പീച്ച് തെറാപ്പിസ്റ്റാണ്. മകളുടെ കല്യാണമൊക്കെ 2 വർഷം മുമ്പ് കഴിഞ്ഞു. കാൻസാസിലാണ് അവർ ഇപ്പോൾ സെറ്റിലായിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഞാൻ റിട്ടയർമെൻറ്റ് എടുത്തിട്ട് ഇപ്പോൾ 3-4 വർഷമായി. ഈ എഴുത്തും വായനയും ആണ് എൻ്റെ പ്രധാന ഹോബി. അതോടൊപ്പം ന്യൂസ് വാച്ച് ചെയ്യുന്ന പരിപാടിയുമുണ്ട്. ഏതായാലും ഇവിടെ ഹൂസ്റ്റണിൽ സാഹിത്യത്തിന് ഒരു കുറവുമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മുടെ കേരള റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ജോൺ മാത്യു പോലെയുള്ള വലിയ സാഹിത്യകാരന്മാരുടെ കൂട്ടത്തിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനും കഥകളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്നതിനൊക്കെ പല അവസരങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഇന്നും ഞാൻ അതിൻ്റെ വഴിയിൽ തന്നെ പോകാനായിട്ടാണ് എൻ്റെ ഒരു ആഗ്രഹം. സാഹിത്യം, ചിന്തകൾ, പുതിയ പുതിയ ചിന്തകൾ, അറിവിൻ്റെ ലബ്ധിക്കനുസരിച്ചുള്ള നമ്മുടെ ചിന്തകൾ മാറി പുതിയ പുതിയ ചിന്തകളുണ്ടായി മനുഷ്യരിൽ നന്മ വളരുന്നത് ആ ഒരു വഴിയിലൂടെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് അതിനൊരു വലിയ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത്. 1500, 2000, 3000 വർഷം പഴക്കമുള്ള ഒരു ബുക്കിൽ എഴുതിയിരിക്കുന്ന ചില വാചകങ്ങളാണ് പരമമായ സത്യമെന്ന് ധരിക്കാതെ പുതിയ അറിവ്, വളരെയധികം നൂതനമായ
ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്ന ഈ സമയങ്ങളിൽ ആ അറിവിൻ്റെ പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് മനുഷ്യന് ചിന്താഭീഷിതമാണ്. മനുഷ്യരെല്ലാവരും അത് ചെയ്യുന്നുമുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ മനുഷ്യരതിനെ കാര്യമായിട്ട് പറഞ്ഞു നടക്കാറില്ല. യഥാർത്ഥത്തിൽ അറിവാണ് മനുഷ്യനെ അതിൻ്റെ ജീവിതത്തിൻ്റെ സായുജ്യതയിലേക്ക് എത്തിക്കുന്നത്. അറിവുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും നേരിടാൻ സാധിക്കുന്നത്. ഒരു 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 അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു വലിയ ഒരു സന്ദർഭം, വലിയ ഒരു വൈഷമ്യ ഘട്ടം വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ ഒരു നോളജ്, അതിനെക്കുറിച്ച് ഒരു അറിവ് നേരത്തെ ഉണ്ടെങ്കിൽ, ഒരു മുൻധാരണ, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു മുൻധാരണ നമുക്കുണ്ടെങ്കിൽ നാം അനുഭവിക്കുന്ന ആ വിഷമഘട്ടത്തിൻ്റെ തോത് പകുതിയായി കുറയുമെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അതുകൊണ്ട് ഏറ്റവും നൂതനമായി കിട്ടുന്ന അറിവുകൾ എന്തെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി അത് സ്വായത്തമാക്കാനുള്ള ശ്രമം നടത്തി അതുകൊണ്ട് നമുക്കും നമ്മുടെ സമൂഹത്തിനും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ എന്തെല്ലാമാണെന്ന് ചിന്തിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും നമുക്ക് കാണാം. ഞാൻ എന്തായാലും ഞാൻ കുറേ കവിതകൾ എഴുതിയിട്ടുണ്ട്. അവിടെ ഇവിടെയായിട്ടൊക്കെ അതൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് പെറുക്കിയെടുത്ത് എല്ലാം ഒന്ന് സമാഹരിച്ച് അതൊരു പുസ്തകമാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം പിന്നെ ഈ സാഹിത്യ സബരിയ ഇങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് എത്രത്തോളം കഴിയുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഹൂസ്റ്റണിൽ അതിനുള്ള ഒരു കാലാവസ്ഥ ഉള്ള ഒരു സിറ്റി ആയതുകൊണ്ട് എനിക്ക് ഇതുവരെ നിരാശയൊന്നും ഉണ്ടായിട്ടില്ല ഈ രംഗത്തേക്ക് വന്നതിലും അതുപോലെ തന്നെ പൊതുപ്രവർത്തനത്തിലും. പിന്നെ ഇപ്പോൾ ഒരു ശാരീരികമായ ചില പരിമിതികളുള്ളതുകൊണ്ട് കൂടുതൽ പബ്ലിക് പ്രവർത്തനത്തിൽ ഇപ്പം പോകാനൊക്കാത്തൊരവസ്ഥയായതുകൊണ്ടാണ് എന്നെ പലരും ഇപ്പോൾ പല പൊതുപരിപാടികളും കാണാത്തത്. തുടർന്ന് ഞാൻ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പൊതുപ്രവർത്തനത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. സിനിമാ ഗാനങ്ങൾ ഏതെങ്കിലും 2 ലൈൻ പാടാൻ ഓർമ്മയുണ്ടോ? പഴയ ഏതെങ്കിലും പാട്ടുകൾ? ഏത് പാട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ പാടാം. പല പാട്ടുകളും ഉണ്ട്. യേശുദാസ് പാടുന്ന ഏതെങ്കിലും ഒരു 2 ലൈൻ, മാനസമൈനയോ അതുവല്ല ഈണം കിട്ടുമോ? അതെല്ലാം എന്താ ചെറുതായിട്ടൊക്കെ പാടാം. വരികൾ ഓർമ്മ ഉണ്ടാവില്ല അല്ലേ? ഓക്കെ, ഒരു പഴയ പാട്ട് ഞാൻ പാടാം. മാനസമൈനി വരൂ, മധുരം നുള്ളി തരൂ, നിന്നരുമപ്പൂവാടിയിൽ നീ തേടുവതാരെ ആരെ, മാനസമൈനി വരൂ. കടലിലെ ഓളവും കരളിലെ മോഹവും, കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ലോമനെ അടങ്ങുകില്ല, മാനസമൈനി വരൂ, മധുരം നുള്ളി തരൂ, നിന്നരുമപ്പൂവാടിയിൽ നീ തേടുവതാരെ ആരെ, മാനസമൈനി വരൂ. ഓട്ടൻ തുള്ളലുമായിട്ട് വലിയ ബന്ധമൊന്നും എനിക്കില്ലെങ്കിലും ഞാൻ ചില കവിതകൾ ഓട്ടൻ തുള്ളൽ രീതിയിൽ എഴുതിയിട്ടുണ്ട്.
പോരെങ്കിൽ കഥ ഇനിയും പറയാം, പോരിനായി വരുന്നില്ലെങ്കിൽ. പോരെങ്കിൽ കഥ ഇനിയും പറയാം, പോരിനായി വരുന്നില്ലെങ്കിൽ. ഉള്ളതു കേട്ടാൽ കള്ളന്മാർക്കിക തുള്ളലു വന്നേ മതിയായിടൂ. ഉള്ളതു കേട്ടാൽ കള്ളന്മാർക്കിക തുള്ളലു വന്നേ മതിയായിടൂ. പണവും പണ്ടവും ഒത്തുകളിച്ചും പരദേവതയെ പാടി വിളിച്ചും പരിസരബോധമകന്നൊരു കൂട്ടർ പണിയുന്നില്ലേ നരകവുമിടെ. പണവും പണ്ടവും ഒത്തുകളിച്ചും പരദേവതയെ പാടി വിളിച്ചും പരിസരബോധമകന്നൊരു കൂട്ടർ പണിയുന്നില്ലേ നരകവുമിവിടെ. വേദം വിറ്റും കാശുണ്ടാക്കിയ വേദാന്തികൾ ഈ നാട്ടിൽ പെരുകി. നേരെ ചൊവ്വെ നടക്കാൻ വയ്യ, നേരിട്ടവരെ എതിർക്കാൻ വയ്യ. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നേരെ ചൊവ്വെ നടക്കാൻ വയ്യ, നേരിട്ടവരെ എതിർക്കാൻ വയ്യ. അടുത്ത കാലത്ത് കോവിഡിന് ശേഷം ഞാൻ എഴുതിയ 2 വരികളാണ്. ഒരു കാര്യം നാം കണ്ടുപഠിച്ചു, അനിവാര്യതയല്ല ആരാധനകൾ. സ്തോത്രം പാടി നടക്കുമ്പോഴും ശാസ്ത്രമതല്ലോ ശരണം നിത്യം. സ്തോത്രം പാടി നടക്കുമ്പോഴും ശാസ്ത്രമതല്ലോ ശരണം നിത്യം. താങ്ക് യു.